ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡിനകത്ത് മെയിനായിട്ടും കാണിച്ചത് ആ ഒരു ചോക്ലേറ്റ് കോയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ്. എപ്പിസോഡിന്റെ ഒരു അവസാന ഭാഗം മുഴുവനും കാണിച്ചത് ഈ ഒരു ചോക്ലേറ്റ് കോയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഇഷ്യൂ ആണ്. അനീഷ്, ആദില, അനുമോള്, ഷാനവാസ് ഇവരൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. മെയിനായിട്ടും അനീഷ്, ഷാനവാസ്, ആദില ഇവരാണ് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പൊ അനീഷ് ഒറ്റയ്ക്ക് ആ ഒരു മൈസി കോർണറിന് അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ട്, ഇനി ഒരു കൈയകലത്തിൽ തന്നെ നിന്നാ മതി, അതാണ് നല്ലത്. വിശ്വാസം ഉണ്ടാവുമ്പോഴാണ് വിശ്വാസ തകർച്ച ഉണ്ടാവുന്നത്. സത്യസന്ധമായിട്ടല്ലാതെ പെരുമാറാൻ എനിക്ക് അറിയില്ല, ഞാൻ അങ്ങനെ പഠിച്ചിട്ടുമില്ല. ഉള്ളിൽ എന്താണോ തോന്നുന്നത് അത് പുറത്ത് കാണിക്കുന്ന ഒരാളാണ് ഞാൻ. പുറത്തൊന്ന് കാണിച്ച് ഉള്ളിൽ വേറൊന്നും ഞാൻ നടിക്കില്ല. അങ്ങനെ ഒരാളെ അല്ല ഞാൻ. ആ കോയിനെ ഇപ്പൊ കാണാനില്ല. എന്നാൽ അതിന്റെ ഡമ്മി കോയിൻ ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചാൽ അതുപോലും പറ്റുന്നില്ല, കാണിക്കാൻ സമ്മതിക്കുന്നില്ല. എനിക്ക് തല്ലുകൂടാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല, ഒരാളോട് തല്ലുകൂടാനാണെങ്കിലും ചെറിയൊരു വിശ്വാസം വേണം. അതില്ലെങ്കിൽ തല്ലുകൂടാൻ പോകരുത്. ഇതൊരു പാഠമാണ്, ലെസണാണ്. സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിച്ച് തിരഞ്ഞെടുക്കണം. ഇതൊക്കെ ഇന്നത്തെ എപ്പിസോഡില് അനീഷ് പറഞ്ഞ കാര്യങ്ങളാണ്, ഒറ്റയ്ക്കിരുന്ന് ക്യാമറയിൽ നോക്കി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്ക് ഇതിനകത്ത് തോന്നുന്നത് എന്താണെന്നറിയോ, ഷാനവാസ് ആണ് ഇതിനകത്ത് ഈ ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു ഗെയിം കളിച്ച് വെറുതെ ഇത് കാര്യങ്ങളെ വഷളാക്കുന്നത്. അതിലെ ഓൾറെഡി ഷാനവാസിന്റെ അടുത്ത് ആ ഒരു കോയിൻ കൈമാറുന്നതായിട്ട് എപ്പിസോഡിനകത്ത് കാണിച്ചിട്ടുണ്ട്. അത് ഷാനവാസ് കൊടുക്കുന്നുമില്ല, എന്നാൽ അത് ബിഗ് ബോസിനോട് പരാതി പറയാന്ന് വെച്ചാൽ അതിനായിട്ടും സമ്മതിക്കുന്നില്ല. അതാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടാവാനായിട്ടുള്ള ഒരു കാരണം. അനീഷ് അത്രത്തോളം വിശ്വസിച്ചിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ഷാനവാസ്. ഒറ്റയ്ക്ക് അത്രയും പേര് ഒറ്റപ്പെടുത്തിയപ്പോഴും അനീഷ് കൂടെ കൂട്ടിയ അനീഷ് ഒരുപാട് സപ്പോർട്ട് ചെയ്തൊരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പോൾ അനീഷിന്റെ അടുത്ത് ഇങ്ങനെ ഈ രീതിയിലൊരു കളി കളിക്കുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ല. അനീഷിന്റെ അടുത്ത് നിന്ന് ബാർഗെയിൻ ചെയ്ത് ഒരു ബാറോ അങ്ങനെ എന്തോ വാങ്ങാനായിട്ടാണ് ഈ പുള്ളിക്ക്. അപ്പോൾ അനുമോളും ഇത് പറയുന്നുണ്ട്, അത് കൊടുത്തേക്ക്, എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് ആദിലേനെയും ഷാനവാസിനെയും വിളിച്ചിരുത്തിയിട്ട് പറയുന്നുണ്ട് അനുമോളും. ഇന്നത്തെ എപ്പിസോഡിൽ അത് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ സംഭവം. അനീഷിന് ആ ഒരു ചോക്ലേറ്റിന്റെ കോയിന് അത് അനീഷ് കളിച്ച് നേടിയതാണ്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അത് ആ ഒരു കോയിൻ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അവരുടെ ആ ഒരു ടീമിനകത്തുള്ള 5 പേർക്കും കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോ അനീഷിന് മാത്രം ഈ ഒരു സംഭവം ഇല്ല. അത് അതില് തിരിച്ചു കൊടുത്തിട്ട് പോലും ഷാനവാസ് അത് അനീഷിനായിട്ട് കൊടുക്കുന്നില്ല. അനീഷിന്റെ കയ്യിൽ എത്തേണ്ട സാധനമാണ്, അത് അനീഷിന് കൊടുക്കുന്നില്ല. അതിപ്പോ എന്ത് ഗെയിമിന്റെ ഭാഗമായിട്ടാണല്ലോ, അത് ന്യായീകരിക്കാനായിട്ട് പറ്റത്തില്ല. അത് ഷാനവാസ് തിരിച്ചു കൊടുക്കണമായിരുന്നു. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.